പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ഇനി റബീഉൽ ആഖിർ മാസമൊക്കെ കടന്നു വരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന മാസങ്ങൾ, ആ മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് എഴുതുന്ന ഒരു പ്രയാസമാണ്, ഉസ്താദെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങളാണ്, അതുപോലെ രോഗങ്ങളാണ് എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അല്ല, ഒരുപാട് പേര് അങ്ങനെ എഴുതാറുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 14 കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ 14 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ? സാമ്പത്തിക നഷ്ടം, ശാരീരികമായ പ്രയാസം, വീട്ടിൽ ബറക്കത്തില്ലായ്മ, കച്ചവടത്തിൽ ഒരു ബറക്കത്തില്ല, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ 14 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട 14 കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വലിയ ഒരു മഹാന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആയുണ്ട്. ഒരു വല്ലാത്തൊരു ദുആയാണ്. അള്ളാഹുലേക്ക് ഒരു അടിമ പറയുന്ന വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു ദുആ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി അവൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇൻഷാ അള്ളാഹ് അവൻ്റെ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. അപ്പോൾ ഏതാണ് ആ ദുആ? ആ ദുആ ഏത് സമയത്താണ് പറയേണ്ടത്, അതെങ്ങനെയാണ് പറയേണ്ടത്, വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തെ പേടിക്കുന്നവരാണ്, അല്ലേ? സോ അത് ദാരിദ്ര്യമാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ദാരിദ്ര്യം അതെന്താണ്? അത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതുപോലെ ദാരിദ്ര്യമുണ്ട് ഉസ്താദെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായി എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും എത്ര കാലമാണോ ഈ ദുന്യാവിൽ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് ആ കാലമത്രയും ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വഖ്ത് പോലും ഖളാ ആക്കാതെ ജമാഅത്തോടുകൂടി പരമാവധി സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ച് നമസ്കരിക്കാനും ആ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെലിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അത് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സുന്ദരമായ മാസവും ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന റബീഉൽ ആഖിർ മാസം, അതുപോലെ ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, ഒരുപാട് മാസങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് പറയാറുണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമൻറ്റ് നോക്കിയാൽ ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ പറയുന്നവരാണ്. ഒരുപാട് സങ്കടങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ആരും ഇതുവരെ ഉസ്താദെ ജീവിതത്തിൽ ദാരിദ്ര്യമാണ്, ഈ ദാരിദ്ര്യം മാറാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ പട്ടിണി മാറാൻ ഉസ്താദ് ദുആ രക്കണം എന്നൊരു ദുആ വസിയത്ത് ഞാൻ കണ്ടിട്ടില്ല. ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ പട്ടിണിയാണ് എന്ന ഒരു വാക്ക് നമ്മൾ ഇതുവരെ ഈ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് ഉസ്താദ് വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, രോഗങ്ങളാണ്, വീട്ടിൽ ഓരോ ആളുകൾക്കും രോഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ഒരുപാട് കടങ്ങളാണ്, കുടുംബത്തിൽ പല പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല എന്നൊക്കെ നിരവധി കമൻറ്റ് കാണാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 കാര്യങ്ങൾ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്, പക്ഷേ ആ 2 കാര്യങ്ങളിൽ വിജയമുണ്ടാവാൻ, ആ 2 കാര്യങ്ങളിൽ ഖൈറുണ്ടാവാൻ അവൻ പരിശ്രമിക്കുന്നുമില്ല. 2 കാര്യങ്ങളെ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്, പക്ഷെ ആ 2 കാര്യത്തിൽ ഖൈറുണ്ടാവാൻ അവൻ പരിശ്രമിക്കുന്നില്ല.
വളരെ ശരിയാണ് ആ ഹദീസ്. ഒന്നാമതായി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്നാമത്തേത് മനുഷ്യൻ ഭയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം മരണമാണ്, മൗത്ത്. അല്ലേ? നമ്മളൊക്കെ മരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവും. മരിക്കാൻ പോവാന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പേടി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. രണ്ടാമതായി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. ഇപ്പൊ ഈ മരണത്തെ നമുക്ക് പേടിയുണ്ട്, പക്ഷെ ആ മരണത്തിന്റെ സമയത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇത് ചെയ്യുന്നില്ല. രണ്ടാമതായി നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഫഖറാണ്, ദാരിദ്ര്യം. ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മൾ എല്ലാവരും വളരെയധികം പരിശ്രമിക്കുന്നവരാണ്, അല്ലെ? നമ്മൾ ദാരിദ്ര്യത്തെ പേടിക്കുന്നവരാണ്. പക്ഷേ ദാരിദ്ര്യം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ പിന്നെയും 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും, ഫഖർ ഉണ്ടാകും. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അത് നമുക്കറിയാമെങ്കിലും, ചെയ്യരുതെന്ന് അറിയാമെങ്കിലും നമ്മൾ ചെയ്യുകയാണ്. ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒറ്റ ഉദാഹരണം. ഇന്ന് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരൻ, നിങ്ങൾ ബാത്റൂമിൽ കയറിയിട്ടുണ്ടാകും, അല്ലെ? ടോയ്ലറ്റിൽ പോയവരാവും. എത്ര പേര് അതിൻ്റെ സുന്നത്തുകൾ പാലിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മളെല്ലാവരും മനസ്സിൽ കൈവച്ചൊന്ന് ചിന്തിച്ചേ, നമ്മൾ എത്ര പേര് ആ ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ, ആദാബുകൾ പാലിച്ചിട്ടുണ്ട്? ഞാനിന്ന് ബാത്റൂമിൽ പോയപ്പോൾ ഓരോ ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കും, ഞാൻ ഇന്ന് ബാത്റൂമിൽ പോയ സമയത്ത് ഇടതുകാലുകൊണ്ടാണോ ബാത്റൂമിലേക്ക് കയറിയത്? ചെരുപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നോ? തല മറച്ചിട്ടുണ്ടായിരുന്നോ? പിന്നെ ഇറങ്ങിയ സമയത്ത് ഞാൻ വലതുകാലുകൊണ്ടാണോ ഇറങ്ങിയത്? കയറുമ്പോഴുള്ള സുന്നത്തായ ദുആ ഞാൻ പറഞ്ഞോ? ഇറങ്ങുമ്പോഴുള്ള ദുആ ഞാൻ പറഞ്ഞോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഭൂരിഭാഗം ആളുകളും ഇത് പരിസരത്ത് പോലും വന്നിട്ടുണ്ടാവില്ല. ചില ആളുകളുണ്ടാകും ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് ചെയ്യുന്നവർ, പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ സുന്നത്തുകൾ, ആദാബുകൾ പാലിച്ചിട്ടില്ല. ടോയ്ലറ്റിൽ, ബാത്റൂമിൽ ഖലായിൽ ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് വലതുകാലുകൊണ്ടല്ല ഇടതുകാലുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്? അല്ലെ? ഇടതുകാലുകൊണ്ട് കയറണമെന്ന് നമുക്ക് അറിയാം. ഒരുപാട് നമുക്കൊക്കെ നമ്മൾ മദ്രസയിലൊത്ത് പഠിച്ച, പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വലതുകാലുകൊണ്ടല്ലേ ബാത്റൂമിൽ കയറുന്നത്? തല മറക്കാറുണ്ടോ? അവിടെ ഒരുപാട് നേരം ഇരിക്കരുത് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. നമ്മൾ എത്രയോ നേരമാണ് അവിടെ പോയി ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന സമയത്ത് അല്പം ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണം. ഇത് ഹദീസാണ്, മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. നമ്മൾ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ അതുപോട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ പറഞ്ഞ് കഴിക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ എത്ര പേര് ബിസ്മില്ല പറഞ്ഞിട്ടുണ്ട്? ചിലപ്പോൾ ബിസ്മില്ല നമ്മൾ പറഞ്ഞ് കഴിക്കും, പക്ഷെ എത്ര പേര് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയും? ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞില്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ഭക്ഷണമാണ് അവൻ കഴിക്കുന്നത്, മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് കാര്യം നമ്മളൊക്കെ ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. ഒന്ന് മരണം, രണ്ട് ദാരിദ്ര്യം. പക്ഷേ ഇതിൽ വിജയിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ഒരു ദിവസം ഒരു വലിയ മഹാൻ, അദ്ദേഹത്തിന്റെ പേര് നമുക്കൊക്കെ അറിയാം, മഹാനായ അബ്ദുല്ലാഹിബിനുൽ ഖസ്തല്ലാനി എന്നാണ് മഹാനവറുടെ പേര്. ഇമാം ഖസ്തല്ലാനി തങ്ങൾ വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. അദ്ദേഹം ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നബിയേ, എനിക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓർമ്മ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ പൈസ എനിക്ക് വരുന്നുണ്ട്, ഒരുപാട് സമ്പത്ത് വരുന്നുണ്ട്, പക്ഷെ അത് വിനിയോഗിക്കുമ്പോൾ അതൊരു ഖൈറായിട്ട് പോകുന്നില്ല, പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ദാരിദ്ര്യം പോലെ തോന്നുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരുപാട് പേര് കമന്റിൽ വലിയ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണെന്ന് പറയും. പക്ഷെ ആരും ദാരിദ്ര്യമാണെന്ന് പറയാറില്ല. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അത് കുടുംബത്തിൻ്റെതാവട്ടെ, നമ്മുടെ കച്ചവടത്തിൻ്റെതാവട്ടെ, നമ്മുടെ രോഗങ്ങളാവട്ടെ, ഇതിനൊക്കെ എല്ലാം കൂടി പറയുന്ന പേരാണ് ദാരിദ്ര്യം, ഫഖർ എന്നുള്ളത്. ഭക്ഷണം കഴിക്കാനില്ല, അതിന് മാത്രമല്ല ദാരിദ്ര്യം. വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല, അതിന് മാത്രമല്ല ദാരിദ്ര്യം. മറിച്ച് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഈ ദാരിദ്ര്യം എന്ന ടൈറ്റിലിന്റെ താഴെ വരുന്നതാണ്. അപ്പോ മഹാനായ ഇമാം ഖസ്തല്ലാനി തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, നബിയേ,
എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, പൈസ ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് ചിലവഴിച്ചു പോകുന്നതെന്ന് അറിയില്ല. ഇത് നമുക്കുണ്ടാകുന്നതല്ലേ, നമ്മുടെ മക്കൾക്കുണ്ടാകുന്നതല്ലേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന ദുആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി പറയുന്ന ദുആ അത് നീ അധികരിപ്പിക്കണേ. അധികരിപ്പിച്ച് ഈ ദുആ പറയാൻ, ഒരുപാട് വട്ടം പറയാൻ മഹാനായ ഇമാം ഖസ്തല്ലാനി തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. ഏതാണത്? ഇതൊരു ദുആയാണ്, ഇതൊരു സ്വലാത്തുമാണ്. ഇതൊരു സ്വലാത്താണ്, ദുആയാണ്. നമുക്ക് ഒരുപാട് വട്ടം പറയാം. കുറച്ച് ലോങ് ആണ്, പക്ഷെ എന്നാലും ഇത് ഒരു വട്ടമെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദാരിദ്ര്യം എന്ന ആ ഹെഡിങ്ങിന്റെ താഴെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അതുപോലെ കടങ്ങൾ, വിവാഹം ശരിയാവാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, ഇതിനൊക്കെ പറയുന്ന പേരാണ് ദാരിദ്ര്യം, ഫഖർ, ഇല്ലായ്മ എന്ന്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലായ്മ. ആ ഇല്ലായ്മ അത് സമ്പത്തിൽ ഇല്ലായ്മ ഉണ്ടാവാം, മക്കളിൽ ഇല്ലായ്മ ഉണ്ടാവാം, അതുപോലെ ആരോഗ്യമില്ലായ്മ ഉണ്ടാവും. ഇതിനൊക്കെ പറയുന്ന പേരാ ദാരിദ്ര്യം. അപ്പൊ ദാരിദ്ര്യം, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറാൻ ഈ ദുആ നമുക്ക് മതിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഹബ് ലനാ اللهم من رزقك الحلال الطيب المبارك ما تصون به وجوهنا عن التعرض إلى أحد من خلقك واجعل لنا اللهم إليه طريقا سهلا من غير تعب ولا نسب ولا منة ولا تبعة وجنبنا اللهم الحرام حيث كان وأين كان وعند من كان ولا نستعين بنعمتك إلا على ما تحبه يا أرحم الراحمين وحل بيننا وبين أهله واقبض عنا أيديهم واصرف عنا قلوبهم حتى لا نتقلب إلا فيما يرضيك. ഇൻഷാല്ലാ ഒന്നുകൂടി ഞാൻ പറയാം, കേട്ടോ, ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഹബ് ലനാ അല്ലാഹുമ്മ മിൻ റിസ്ഖിക്കൽ ഹലാലി ത്വയ്യിബിൽ മുബാറകി മാ തസൂനു ബിഹി വുജൂഹനാ അനിത് തഅർറുദ് ഇലാ അഹദിൻ മിൻ ഖൽഖിക് വജഅൽ ലനാ അല്ലാഹുമ്മ ഇലൈഹി ത്വരീഖൻ സഹ്ലൻ മിൻ ഗൈരി തഅബിൻ വലാ നസബിൻ വലാ മിന്നത്തിൻ വലാ തബിഅത്തിൻ وجنبنا اللهم الحرام حيث كان وأين كان وعند من كان ولا نستعين بنعمتك إلا على ما تحبه يا أرحم الراحمين وحل بيننا وبين أهله واقبض عنا أيديهم واصرف عنا قلوبهم حتى لا نتقلب إلا فيما يرضيك. അപ്പോൾ പുണ്യമായ ഈ ദുആ, ഇതിന്റെ അർത്ഥം എന്താ? ഏകദേശം മൊത്തത്തിൽ അർത്ഥം, അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനൊക്കെ നീ ഒരുപാട് ഖൈറും സമാധാനവും അതുപോലെ തന്നെ അവിടത്തേക്ക് ഒരുപാട് നന്മകളും നീ അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എന്നിട്ട് നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് നീ ഹലാലായ നല്ല ഭക്ഷണ സാധനങ്ങൾ തരണേ അല്ലാ. ആരുടെ മുന്നിലും ഒന്ന് കൈനീട്ടേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് നൽകുന്ന ഭക്ഷണം, വെള്ളം, വസ്ത്രം, അതുപോലെ സമ്പത്ത്, അതൊക്കെ നിനക്ക് തരാൻ എളുപ്പമാണ്, നിനക്ക് തരാൻ എളുപ്പമാണ്. ഒരുപക്ഷെ എനിക്കത് നേടിയെടുക്കാൻ പ്രയാസമാണെങ്കിലും നിനക്ക് തരാൻ എളുപ്പമാണ്. അല്ലാഹുവേ, നീ അല്ലാതെ മറ്റാരും എന്നെ സഹായിക്കാനില്ല. അല്ലാഹുവേ പടച്ചവനെ, നീ പിടിച്ചെടുത്താൽ അത് തരാനും വേറെ ആരുമില്ല. അതുകൊണ്ട് ഹലാലായ ത്വയ്യിബായ മുബാറക്കായ ബറക്കത്തുള്ള ഈ ഹലാലായ വസ്തുക്കൾ, അതായത് എനിക്ക് വെള്ളം, വസ്ത്രം, ഭക്ഷണം ഒക്കെ നീ എനിക്ക് തരണയല്ല എന്നാണ് ഏകദേശം മൊത്തത്തിൽ ഈ പറഞ്ഞ ദുആഇന്റെ അർത്ഥം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഒരുപാട് മഹത്തുക്കൾ ഈ ദുആ എപ്പോഴാണ് പറയേണ്ടത് എന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ ഓതുക. സൂറത്തുൽ വാഖിഅ ഓതിയതിനു ശേഷം, അല്ലെങ്കിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ നമ്മൾ ഓതുമല്ലോ ഇശാ മഗ്രിബ് കഴിഞ്ഞാൽ പ്രത്യേകം ഓതൽ സുന്നത്തായത്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്
ഓതാം. എപ്പോഴാണോ നമ്മൾ ഈ സൂറത്തുൽ വാഖിയ ഓതുന്നത്, സൂറത്തുൽ വാഖിയ ഓതിയതിന് ശേഷം ഇപ്പൊ പറഞ്ഞ ഈ ദുആ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പെട്ടെന്ന് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ആ ദുആയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് ഹലാലാക്കി അതൊക്കെ മുഴുവൻ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു വലിയ അവസരം അല്ലാഹു ഒരുക്കി തരുമെന്ന് ഒരുപാട് മഹത്തുക്കളവരുടെ കിതാബുകളിൽ പറയുന്നുണ്ട്. അതുപോലെ ഒന്നുകിൽ സൂറത്തുൽ വാഖിയ ഓതിയതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ദുഹാ നിസ്കരിക്കുമല്ലോ രാവിലെ, ദുഹാ നമസ്കാരത്തിന് ശേഷമോ ഈ ദുആ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഈ ദുആ ഒന്നുകൂടി ഞാൻ പറയാം. ഈ ദുആ നിങ്ങൾ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഫോട്ടോ എടുത്തു വെക്കുകയോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുക. ഇത് ആദ്യം ഒന്ന് പറയുമ്പോൾ വലിയ ദുആ ആയിട്ട് തോന്നും, അല്ല വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ ഇങ്ങനെ പറയുക കേട്ടോ. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ ദുആയൊക്കെ ചെയ്തു, ആ ദുആ കൊണ്ട് മാത്രമായില്ല, ദാരിദ്ര്യം അതുപോലെ തന്നെ ഇതുപോലുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുകയാണ്. അതുപോലുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമുക്കറിയാം ദാരിദ്ര്യം ഉണ്ടാകുന്ന, അതായത് നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പല കാരണങ്ങളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മൾ വുളു എടുക്കുന്നവരാണല്ലോ. വുളു എടുക്കുന്ന അവസരത്തിൽ വുളു എടുത്തതിന് ശേഷം നമുക്ക് അനാവശ്യമായി എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല, അനാവശ്യമായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ വസ്ത്രം കൊണ്ട് വുളുവിന്റെ വെള്ളമൊക്കെ തുടച്ച് കളയുക. അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. എങ്ങനെ? വുളു എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ വസ്ത്രം കൊണ്ട് തന്നെ, ചിലപ്പോൾ ഈ ഷർട്ടോ അല്ലെങ്കിൽ ബനിയനൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഇങ്ങനെ മുഖം തൂക്കുക, അല്ലേ? നമ്മൾ തൂക്കാറുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താണ്? ദാരിദ്ര്യം ഉണ്ടാകും. അത് നമുക്കറിയാമല്ലോ. പക്ഷെ അത് ചെയ്യരുത്. വുളുവിന്റെ വെള്ളം പരമാവധി നമ്മൾ തുടക്കാതെ വെക്കുക, അത് തന്നെ ഉണങ്ങിപ്പോകട്ടെ. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ തുണി കൊണ്ട് നമ്മൾ പതിയൊന്ന് തുടക്കുക, അല്ലാതെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മൾ തുടക്കരുത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉറങ്ങുന്ന സമയത്ത് പൂർണ്ണ നഗ്നനായി ഉറങ്ങുക. പല ആളുകളും അങ്ങനെ ചെയ്യും. ഇപ്പോൾ റൂമിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്തിനെന്താ അന്ന് വിചാരിച്ച് പൂർണ്ണ ഒരു വസ്ത്രവും ഇല്ലാതെ കിടന്നുറങ്ങുക. ആ ഒരു അവസരം ഉണ്ടാവരുത്. അള്ളാഹു തആല കാക്കുമാറാവട്ടെ. ആ സമയത്തെങ്ങാനും അങ്ങനെയെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് നല്ല ഈമാനും ഇഖ്ലാസും നീ തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം അത്. മൂന്നാമത്, വലിയ അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിക്കാരി അവര് കുളിക്കാതെ ഭക്ഷണം കഴിക്കുക. അതും എന്താണ്? ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ നമുക്കറിയാം ചെയ്യാൻ പാടില്ലെന്ന്, പക്ഷെ നമ്മൾ ചെയ്യുന്നു. അപ്പൊ എന്താണ്? ദാരിദ്ര്യമുണ്ടാകും. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അതല്ലാതെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ ദാരിദ്ര്യമാണ്. സാമ്പത്തികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ദാരിദ്ര്യത്തിൽപ്പെടും. അപ്പൊ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഈ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചോറ് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ നമ്മൾ കടലക്കറി കഴിക്കുന്നു, പയർ കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഒരു കഷ്ണം താഴെ വീണു പോയാൽ നമ്മൾ ഇടത് കൈ കൊണ്ടെടുത്ത് അതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് വലത് കൈ കൊണ്ട് കഴിക്കണമെന്നാണ്. അത് സുന്നത്താണ്. ഉസ്താദ്, അപ്പോൾ അത് നിലത്തു പോയാലോ, നമ്മുടെ ചെരുപ്പിന്റെ അടിയിൽ വന്ന് കിടന്നാലോ, അത് നജസിൽ വീണ അല്ലെങ്കിൽ ഒരു അഴുക്കിൽ വീണ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മൾ സുപ്ര ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മേശയോ അല്ലെങ്കിൽ നമ്മളെ പ്ലേറ്റിൻ്റെ താഴേക്ക് വീണാൽ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല ശുദ്ധമായ സ്ഥലമാണെങ്കിൽ അത് നമ്മൾ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നമ്മൾ വലത് കൈ കൊണ്ട് കഴിക്കണമെന്നാണ്. ഇത് നമുക്കറിയാം, ഇങ്ങനെ ചെയ്യണമെന്നറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ 1-2 ചോറൊക്കെ അവിടെ വീണ് പോയി മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനും പാടില്ല. അതിനെ മൈൻഡ് ചെയ്ത് അത് നമ്മൾ എടുത്ത് കഴിക്കേണ്ടതാണ്. അതാണ് നാലാമത്തെ കാര്യം. ഈ അഞ്ചാമത്തെ കാര്യം എന്ത്? ഉള്ളിത്തോല് കരിക്കുക. ഉള്ളിയുടെ തോല് നമ്മൾ ഉള്ളി പൊളിച്ചിട്ട് അതെടുത്തിട്ടും കരിക്കും. അങ്ങനെ ചെയ്യരുത് എന്നാ. ഒരുപാട് സൈഡ് എഫക്റ്റ് ആ ഒരു കാര്യത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാത്രിയിൽ അനാവശ്യമായിട്ട് വീട് അടിച്ചു വാരുക. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അങ്ങനെ ചെയ്യരുത്, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. പിന്നെയോ ആറാമതായി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു, റൂമിൽ ചപ്പ് ചവറുകളൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചു വാരിയിടുക. ഇപ്പം നമ്മുടെ റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു വേസ്റ്റ് ഇടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എന്താ അതിലേക്ക് വേസ്റ്റ് ഇടാം. അതല്ലാതെ നമ്മൾ അവിടെ കുറച്ച് ചവറ് ഇവിടെ കുറച്ച് ചവറ് അങ്ങനെ എന്താ ഒരു കലപില പോലെ വെക്കരുത്. അതെന്താണ്? വലിയ ദാരിദ്ര്യം ഉണ്ടാക്കും. ഇതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തേത്, മാതാപിതാക്കളെ പേര് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുക. ഇതാണ് ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വ്യാപകമായിട്ട് ഉമ്മാനെ ജമീല എന്നോ ഫാത്തിമ എന്നൊക്കെ വിളിച്ച്, ഫാത്തിമ
മകനാ കയറി വരുന്നത്, വീട്ടിലേക്ക് കയറും ഫാത്തിമ അല്ലെങ്കിൽ ആയിഷ എന്നൊക്കെ പറയാറുണ്ട്. അത് പാടില്ല. അത് അവരോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. അതുപോലെ വാപ്പാനോട് ഭയങ്കര ബ്രോ, ഞാനും വാപ്പയും ബ്രോയാണ്, അങ്ങനെ ഫ്രണ്ടാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ബഹുമാനം നമ്മൾ എത്ര ക്ലോസ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനം ഉമ്മയോടും വാപ്പയോടും വേണം. അനാദരവ് വന്നാൽ അവിടെ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതാണ് 7ാമത്തെ കാര്യം. ഇനിയോ 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തെ നിസ്സാരമാക്കുക. ബാങ്ക് വിളിച്ചതേ ഉള്ളൂ, ഇനിയുണ്ടല്ലോ സമയം, അപ്പം നിസ്കരിക്കാം. അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് പോയി ളുഹർ നിസ്കരിക്കുക, പിന്നെ ഉടൻ തന്നെ അസർ നിസ്കരിച്ചിട്ട് പോവുക. അങ്ങനെയല്ല, സമയമായാൽ ഉടൻ തന്നെ നമസ്കരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി നമ്മൾക്ക് പറയാനുള്ളത് 9ാമത്തെ കാര്യമാണ്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക. ഇത് സുന്നത്താണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ കയറുന്നത് പലപ്പോഴും വലത് കാലുകൊണ്ടായിരിക്കും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടത് വലത് കാലുകൊണ്ടാണെന്നറിയാം. പക്ഷേ നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഇടത് കാലുകൊണ്ടാണ്. അങ്ങനെ ചെയ്യരുത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക, ഇറങ്ങുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക. അവിടെ പറയേണ്ട ദുആകൾ പ്രത്യേകം പറയുക, തല മറക്കുക, ചെരുപ്പ് ധരിക്കുക. ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ്. ഇതാണ് 9ാമത്തെ കാര്യം. ഇനി 10ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. അനാവശ്യമായി മറ്റുള്ളവരോട് ഇങ്ങനെ തർക്കിക്കുക. വെറുതെ കവലയിൽ പോയിരിക്കും, ആരെങ്കിലും വന്നാൽ അയാളോട് ഇങ്ങനെ പറഞ്ഞു വെറുതെ ഇങ്ങനെ തർക്കിക്കുക. അത് വളരെ മോശപ്പെട്ടൊരു സ്വഭാവം, വളരെ മോശപ്പെട്ട സ്വഭാവം. പിന്നെയോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുക. സ്വന്തം മക്കൾക്കും ഭാര്യക്കൊക്കെ വേണ്ടി ദ്വാരക്കും, പക്ഷെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കൂല. ആ ഒരു ഒരാൾ ദുആ ചെയ്യുന്നു, പക്ഷെ ആ ദുആയിൽ അവന്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പോലും നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം. ഇതാണ് 11ാമത്തെ കാര്യം. 12ാമത്തെ കാര്യം പറയട്ടെ. വെയിൽ വന്നാൽ പറയും ഒടുക്കത്തെ വെയില്, കാറ്റായാൽ പറയും ഭയങ്കര കാറ്റ്, അതുപോലെ തന്നെ മഴ പെയ്താൽ പറയും നശിച്ച മഴ. കാലത്തെ കുറ്റം പറയും. മഴ വന്നാൽ മഴക്ക് കുറ്റം, വെയിൽ വന്നാൽ വെയിലിന് കുറ്റം, കാറ്റടിച്ചാൽ കാറ്റിന് കുറ്റം. എപ്പോഴും ഇങ്ങനെ കാലാവസ്ഥയെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഉണ്ടായാൽ ദാരിദ്ര്യം ജീവിതത്തിൽ ഉണ്ടാകും. അത് ചെയ്യാൻ പാടില്ല. പിന്നെയോ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇനി ശ്രദ്ധിക്കുക. 13ാമത്തെ കാര്യം. പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലതുകാലുകൊണ്ട് കടക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും മൈൻഡ് പോലും ചെയ്യൂല. അത് ആ സുന്നത്ത് എടുക്കണമെന്ന് അറിയാം, വലതുകാലം കൊണ്ടാണ് കടക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ പലപ്പോഴും ഇടതുകാലം കൊണ്ടങ്ങോട്ട് കയറും. അതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടതുകാലം കൊണ്ടാണ് ഇറങ്ങേണ്ടതെന്ന് അറിയാം, പക്ഷെ വലതുകാലം കൊണ്ട് ഇറങ്ങും. അതൊരു നെവർ മൈൻഡ്, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം അതൊന്നും ഇപ്പോൾ എന്ത് പ്രശ്നം. അങ്ങനെ ഒരു എല്ലാത്തിനെയും ഒരു നിസ്സാരമാക്കുക, ഇബാദത്തുകളെ നിസ്സാരമാക്കുക. അതാണ് 14ാമത്തെ കാര്യം. അത് ഇബാദത്തുകളെ നിസ്സാരമാക്കുക. അതെന്താണ്? ദാരിദ്ര്യം ഉണ്ടാക്കും. 14ാമത്തെ കാര്യം ഇബാദത്തുകളെ നിസ്സാരമാക്കുക. ഈ 14 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ സൂക്ഷിച്ചോ, എന്താണ്? ദാരിദ്ര്യം ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 14 ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട്. ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരു ബറക്കത്തില്ലായ്മ, സമ്പത്ത്, ഒരുപാട് കാശുണ്ട്, പക്ഷെ അതെങ്ങനെ ചിലവായി പോകുന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റുക, നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അതൊക്കെ എന്താണ്? ഈ ദാരിദ്ര്യം മാറി എല്ലാവിധ ഖൈറും ഉണ്ടാവാൻ നമുക്ക് കാരണമാണ്. സൂറത്തുൽ വാഖിഅ മറന്നു പോവണ്ട. അതുപോലെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ച പ്രത്യേകമായ ഒരു ദുആയുണ്ട്, ആ ദുആയും നിങ്ങൾ വിട്ടുപോകരുത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായ ശാരീരികമായ ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ, പ്രത്യേകിച്ച് കമന്റായി എഴുതുന്നവർ എല്ലാവരിലും അല്ലാഹു ഖൈറും സലാമത്തും കൊടുക്കുമാറാവട്ടെ. ബറക്കത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.